പ്രിയമുള്ളവരെ നമസ്കാരം. ഞാൻ സാബു പരുത്തിക്കുഴി. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തു നിന്നും 10 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന പനത്തുറ പള്ളിയിലേക്ക് പോകുന്ന കടവിലാണ്. പനത്തുറ പള്ളിയിൽ ഇവിടെ നിന്നും വേണം ഈ വള്ളത്തിൽ പനത്തുറ പള്ളിയിലേക്ക് പോകാനുള്ള ഒരു കടവ് ഇതാണ്. ഈ കടവിൻ്റെ വിശേഷങ്ങൾ കണ്ടുമടങ്ങാം. തിരുവനന്തപുരം നഗരത്തിൻ്റെ തിരക്കുകളിൽ നിന്നും വെറും 10 കിലോമീറ്റർ മാത്രം അകലെ കണ്ണിനെ വിസ്മയിപ്പിക്കുന്ന ഒരു പച്ചത്തുരത്തുണ്ട്. അതാണ് നിങ്ങൾ ഈ കാണുന്ന പനത്തുറക്കടവ്. കായൽപ്പരപ്പിലെ ശാന്തമായ വെള്ളവും അതിന് ചുറ്റുമുള്ള കണ്ടൽക്കാടുകളുടെ പച്ചപ്പും കാണുമ്പോൾ ഏതൊരു സഞ്ചാരിയുടെയും മനം നിറയും. എന്നാൽ ഈ മനോഹാരിതയ്ക്കപ്പുറം പനത്തുറക്കാർക്ക് പറയാനുള്ളത് പതിറ്റാണ്ടുകൾ നീണ്ട അവഗണനയുടെയും ദുരിതയാത്രയുടെയും കഥയാണ്. ഇന്നും ഇക്കരയെത്താൻ ഒരു മരവള്ളവും അതിൽ കെട്ടിയിട്ട നീളമേറിയ കയറുമാണ് ഈ നാട്ടുകാരുടെ ഏക ആശ്രയം. ആ കയറിൽ കൈകൾ കൊണ്ട് ആഞ്ഞു പിടിച്ച് വലിച്ചു വള്ളം നീക്കുമ്പോൾ ഒപ്പം നീങ്ങുന്നത് ഒരു നാടിൻ്റെ വികസന സ്വപ്നങ്ങൾ കൂടിയാണ്. വർഷങ്ങൾക്ക് മുമ്പ് 1985 രാജീവ് ഗാന്ധിയുടെ കാലഘട്ടത്തിൽ വലിയ പ്രതീക്ഷയോടെ ഈ കായലിന് കുറുകെ ഒരു പാലത്തിനായി തറക്കല്ലിട്ടതാണ്. പക്ഷേ കാലങ്ങൾ എത്ര കഴിഞ്ഞു, തലമുറകൾ എത്ര മാറി. ആ തറക്കല്ല് ഇന്നും വെറുമൊരു കല്ലായി മാത്രം അവശേഷിക്കുന്നു. സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കും ആശുപത്രിയിൽ പോകേണ്ട രോഗികൾക്കും ഈ വള്ളം വലിച്ചു വേണം മറുകരയെത്താൻ. കാഴ്ചക്കാരന് ഈ വള്ളം യാത്ര ഒരു കൗതുകമാണെങ്കിലും പനത്തുറയിലെ ഓരോ മനുഷ്യരും ഇതൊരു അതിജീവനമാണ്. പ്രകൃതി കനിഞ്ഞു നൽകിയ ഈ സ്വർഗതുല്യമായ ഇടം അധികാരികളുടെ കണ്ണു തുറക്കുന്നതും കാത്ത് ഇന്നും ആ കയറിൽ തൂങ്ങി നിൽക്കുകയാണ്. ഈ സുന്ദരമായ കാഴ്ചകൾക്കൊപ്പം ആരും കാണാതെ പോകുന്ന ആ തറക്കല്ലിൻ്റെയും മുടങ്ങിപ്പോയ വികസനത്തിൻ്റെയും കഥ കൂടി ലോകമറിയേണ്ടതുണ്ട്.